നമസ്കാരം. എല്ലാവരും യൂട്യൂബ് തുടങ്ങുന്നത് യൂട്യൂബിൽ നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കാമെന്നൊക്കെയുള്ള പ്രതീക്ഷയിലായിരിക്കുമല്ലോ. എന്നാൽ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിന്റെ ഏണിങ്സ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കുറേ മാസങ്ങളായിട്ട് ഓരോ ദിവസം കഴിയുന്തോറും ഏണിങ്സ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിന്റെ മാത്രമല്ല ഫേസ്ബുക്കിലും ഇതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് പൈസ ഉണ്ടാക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് യൂട്യൂബിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോട് വേണം യൂട്യൂബ് ചാനൽ ഏത് ടൈപ്പ് ചാനൽ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യാനായിട്ട്. അല്ല എന്നുണ്ടെങ്കിൽ മുമ്പോട്ടുള്ള സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഏണിങ്സ് യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു 5 വർഷം മുമ്പൊക്കെ യൂട്യൂബിൽ നിന്ന് ഒരു 10 ലക്ഷം വ്യൂവിന് $100 കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം 10 ലക്ഷം വ്യൂവിന് $20, $30, $40 ഒക്കെ കിട്ടുന്നുള്ളൂ. അതായത് അത്രയും ഏണിങ്സ് യൂട്യൂബിന്റെ ഡൗൺ ആയിട്ടുണ്ട്. സെയിം അവസ്ഥ തന്നെയാണ് ഓരോ സമയങ്ങളിൽ ഓരോ പുതിയ അപ്ഡേറ്റുകൾ കൊണ്ടുവന്ന് ഫേസ്ബുക്കും ഏണിങ്സ് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിനെയും ഫേസ്ബുക്കിനെയും മാത്രം നമ്മൾ മോണിറ്റൈസേഷൻ മാത്രം നോക്കിക്കൊണ്ട് വീഡിയോകൾ ഇടാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. ഇതിപ്പം എൻ്റെ ഒരു അവസ്ഥ മാത്രമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾക്ക് അറിയാവുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഒരു പ്രശ്നം അവർ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ പുതുതായിട്ട് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ചില ടിപ്സുകൾ പറഞ്ഞുതരാം. അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ മുന്നോട്ടുള്ള സമയത്ത് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ആരും യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ യൂട്യൂബ് മോണിറ്റൈസേഷനിലൂടെ പൈസ ഉണ്ടാക്കാം അല്ലെങ്കിൽ ആ മോണിറ്റൈസേഷനിലൂടെ ഏണിങ്സ് മാത്രം മതി എന്നുള്ള ഒരു ചിന്തയിൽ യൂട്യൂബ് ചാനൽ തുടങ്ങില്ല. കാരണം അതിന്റെ ഒരു അവസ്ഥ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത്ര പൈസയും മോണിറ്റൈസേഷനിലൂടെ ഇപ്പം യൂട്യൂബിൽ നിന്നും ഫേസ്ബുക്കിൽ നിന്നും ഒക്കെ കിട്ടുന്നുള്ളൂ. ഇത് അല്ലാതെ മോണിറ്റൈസേഷൻ അല്ലാതെ ബ്രാൻഡ് പ്രൊമോഷൻസ് നമുക്ക് കിട്ടിയെങ്കിൽ മാത്രമേ മുമ്പോട്ടുള്ള സമയത്ത് നമുക്ക് ഏണിങ്സ് യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോകളൊക്കെ പലരുടെയും യൂട്യൂബിൽ കാണുന്നുണ്ട്. ഒരുപാട് പൈസ ഉണ്ടാക്കുകയും അവർ കാർ എടുക്കുകയും ബംഗ്ലാവ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്ത കുറേ വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ കാണാം. അതൊക്കെ അവരുണ്ടാക്കി പോയി എന്നല്ലാതെ മുമ്പോട്ടുള്ള സമയത്ത് മോണിറ്റൈസേഷനിൽ നിന്ന് ആ ഒരു രീതിയിലുള്ള ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. അപ്പം അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഏത് ടൈപ്പിലുള്ള കണ്ടന്റുകളാണ് വർക്ക് ആവുക എന്നുള്ള കാര്യം കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. യൂട്യൂബിൽ ഇടുന്ന അതേ വീഡിയോകൾ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ വർക്ക് ആകാൻ ഒരു സാധ്യതയുമില്ല. നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന കാര്യമായിരിക്കും. നിങ്ങൾ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ രണ്ട് പ്ലാറ്റ്ഫോമുകളിലും രണ്ട് ടൈപ്പ് കണ്ടന്റുകളാണ് പോവുക. രണ്ട് ടൈപ്പിലുള്ള ഓഡിയൻസ് ആണ് അവിടെ ഉള്ളത്. അപ്പം ഈ ഓഡിയൻസിനനുസരിച്ചുള്ള കണ്ടന്റുകളായിരിക്കണം കൊടുക്കുന്നത്. ഇപ്പൊ യൂട്യൂബിൽ ഇടുന്ന അതേ വീഡിയോകൾ ഫേസ്ബുക്കിൽ ഇട്ട് കഴിഞ്ഞാൽ റണ്ണാകാൻ വളരെ സാധ്യത കുറവാണ്. ഇടയ്ക്ക് വല്ലതും 1-2 വീഡിയോ ഫേസ്ബുക്കിലും ഒരേപോലെ ഓടിയെങ്കിൽ ആയി എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഫേസ്ബുക്കിന് വേണ്ടിയുള്ള വീഡിയോകൾ ഫേസ്ബുക്കിൽ ഉള്ള ഓഡിയൻസ് എത്രയാണോ അതിനനുസരിച്ച് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്കറിയാം ഫേസ്ബുക്കിൽ ഇപ്പം സെൽഫി ക്യാമറ വെച്ചിട്ട് വീഡിയോകൾ ഷൂട്ട് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്. അതുപോലെ വലിയ രീതിയിലുള്ള എഡിറ്റിങ്ങോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ എടുത്തിടുന്ന വീഡിയോകൾ ഫേസ്ബുക്കിൽ വൈറലാകുന്നുണ്ട്. അതേ സ്ഥാനത്ത് അതേ സെയിം സാധനം കൊണ്ട് യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ആ വീഡിയോ ക്ലിക്ക് ആകാനുള്ള സാധ്യതയില്ല. ചിലപ്പോൾ വൈറലായി എന്ന് വരാം, പക്ഷെങ്കിൽ സാധ്യത വളരെ കുറവാണ്. യൂട്യൂബിന് എപ്പോഴും നല്ല ക്വാളിറ്റി കണ്ടന്റുകൾ തന്നെയാണ് യൂട്യൂബിന് വേണ്ടത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. യൂട്യൂബിൽ നല്ല കണ്ടന്റുകളല്ല അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളെ തന്നെ ഒരു ബ്രാൻഡ് ആക്കാൻ നമ്മൾ യൂട്യൂബിൽ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രാൻഡുകളെ കിട്ടത്തില്ല, പ്രൊമോഷൻസ് കിട്ടത്തില്ല. മനസ്സിലായോ? പ്രൊമോഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഏണിംഗ് സോഴ്സ് എന്ന് പറയുന്നത് യൂട്യൂബ് മോണിറ്റൈസേഷൻ മാത്രമായിട്ട് മാറും. അപ്പോൾ യൂട്യൂബ് മോണിറ്റൈസേഷൻ മാത്രമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വരുമാനം യൂട്യൂബിൽ നിന്ന് ഉണ്ടാകാനായിട്ട് സാധിക്കത്തില്ല. അപ്പം പ്രൊമോഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മളൊരു ബ്രാൻഡായിട്ട് മാറ്റണം. നമ്മുടെ ചാനലിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു തീം ഉണ്ടായിരിക്കണം. അതിനനുസരിച്ചുള്ള കണ്ടന്റുകളായിരിക്കണം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കണ്ടന്റുകൾ നല്ല അടിപൊളിയായിട്ടൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കണ്ടന്റുകളിലേക്ക് പ്രൊമോഷൻ തരാൻ ബ്രാൻഡുകൾ ഉണ്ടോ എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾ പുതുതായിട്ടൊരു ചാനൽ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ചാനലിലേക്ക് പ്രൊമോഷൻ തരാനുള്ള ബ്രാൻഡുകൾ അവൈലബിൾ ആണോ, അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങാൻ പോകുന്ന ചാനലുകൾ ഓൾറെഡി യൂട്യൂബിൽ കാണുമല്ലോ അതേ കാറ്റഗറിയിലുള്ള അങ്ങനെയുള്ള കാറ്റഗറി ചാനലുകൾ ചെക്ക് ചെയ്ത് നോക്കുക. അതിലൊക്കെ പ്രൊമോഷൻസ് ഒക്കെ കിട്ടുന്നുണ്ടോ, ബ്രാൻഡുകൾ അപ്രോച്ച് ചെയ്യുന്നുണ്ടോ ഈ ചാനലുകളെ, അവർ ഇത്ര വീഡിയോകളാണ് ഇടുന്നത് എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾ ചാനൽ തുടങ്ങുകയാണെന്ന് വിചാരിക്കുക, പ്രൊഡക്റ്റ് റിവ്യൂവിന്റെ ഒരു ചാനൽ തുടങ്ങുന്നു. അപ്പൊ നിങ്ങളുടെ ആ ഒരു കാറ്റഗറിയിലുള്ള മറ്റ് ഫേമസ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിന്റെ ഒക്കെ ചാനൽ എടുത്ത് നോക്കുക. അവർക്ക് നല്ല പ്രൊമോഷൻസ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക, ബ്രാൻഡുകൾ അവരെ കോൺടാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ നമുക്ക് യൂട്യൂബിൽ കയറി വീഡിയോകൾ ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. അങ്ങനെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ ഒരു കാറ്റഗറി തുടങ്ങി സക്സസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ മാത്രമല്ല ബ്രാൻഡ് പ്രൊമോഷൻസ് നിങ്ങൾക്കും കിട്ടും. അപ്പൊ ആ ഒരു സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം യൂട്യൂബിൽ കിടന്നിട്ട് വർക്ക് ചെയ്യാനായിട്ട്. ഇപ്പം എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ കണ്ടല്ലോ, ഇതിന്റെ അതിൽ വളരെ പ്രൊമോഷൻസ് കുറവാണ് എനിക്ക് കിട്ടുന്നത്. അതായത് ഇതിന്റെ അതിൽ പ്രൊമോഷൻസ് കിട്ടുന്നില്ല എന്ന് തന്നെ പറയാം. നേരത്തേക്ക് 1-2 പ്രൊമോഷൻസ് ഒക്കെ ഇടയ്ക്ക് വരുമായിരുന്നു. ഇപ്പം പ്രൊമോഷൻസ് വരുന്നേ ഇല്ല. ഞാൻ മുമ്പൊക്കെ വന്ന പ്രൊമോഷൻസ് ഈ ചാനലിൽ ചെയ്യുന്നില്ല എന്നുള്ള ഒരു രീതിയിൽ പ്രൊമോഷൻസ് വളരെ കുറച്ചേ എടുക്കത്തുള്ളായിരുന്നു. അതുകൊണ്ടാണ് തോന്നി ഇപ്പം പ്രൊമോഷൻസിന്റെ എൻക്വയറീസ് പോലും ഈ ഒരു ചാനലിന് വേണ്ടി വരുന്നില്ല. കാരണം ഈ ഒരു കാറ്റഗറിയിൽ എനിക്ക് കൂടുതലും പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുള്ളത് മൈക്രോഫോണുകൾ, അതേപോലെ തന്നെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകൾ, ഇങ്ങനെയൊക്കെയുള്ള പ്രൊമോഷൻസ് ആണ് ഇതിൽ കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട പ്രൊമോഷൻസ് ഒക്കെ ചില കമ്പനികൾ ഒരു വർഷത്തിൽ 1-2 ഒക്കെ
ആയിരിക്കും തരുന്നത്, മനസ്സിലായി? അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു പരിമിതി ഇങ്ങനെയുള്ള കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നിടത്തുണ്ട്. ഇപ്പൊ ഇതിൽ എനിക്ക് മോണിറ്റൈസേഷനിൽ നിന്ന് വളരെ തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ട് ആണ് സത്യത്തിൽ എല്ലാ മാസവും കിട്ടുന്നത്. അപ്പൊ ഇത് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ചാനലിൽ വെറുതെ കഷ്ടപ്പെട്ടിരുന്നിട്ട് 4-5 മണിക്കൂർ മെനക്കെട്ടിട്ട് ഒരു വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തിടണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇതിനെ ഒരു എന്താ പറയുക, നമുക്കൊരു വീഡിയോ ക്രിയേഷൻ ഒരു ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അകത്തിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നു. നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാനുള്ള മറ്റു മാർഗ്ഗങ്ങൾ നമ്മൾ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇതും അതിന്റെ കൂടെ ആവശ്യമായതുകൊണ്ട് നമ്മൾ ഇതിൽ പ്രൊമോഷൻ ഇല്ലെന്നുണ്ടെങ്കിലും നമ്മൾ കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്തു പോകുന്നതേ ഉള്ളൂ. പക്ഷേ യൂട്യൂബ് മാത്രമാണ്, അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് ഒരു ചാനൽ ഉണ്ടാക്കി ആ ഒരു ചാനലിൽ നിന്ന് മാത്രം ഏണിങ്സ് പ്രതീക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ മുമ്പോട്ട് വീഡിയോകൾ പോയി നിങ്ങളൊരു സക്സസിലേക്ക് എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് മോണിറ്റൈസേഷന്റെ അപ്പുറത്തേക്ക് ബ്രാൻഡുകൾ നിങ്ങളെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള കണ്ടന്റുകളായിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ചാനൽ ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു ഫേസ് വാല്യൂ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഞാനത് ഓൾറെഡി പറഞ്ഞായിരുന്നു ഫേസ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പൊ ഈ ഫേസ് വാല്യൂ നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, മോണിറ്റൈസേഷന്റെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മളൊരു നല്ല ചാനലൊക്കെ ഉണ്ടാക്കി നമ്മളുടെ ആ ഒരു ചാനലിനെ ഫ്യൂച്ചറിൽ നമുക്കൊരു ബിസിനസ് ആക്കി മാറ്റാൻ പറ്റുന്ന, അതായത് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിനെ നമ്മുടെ കസ്റ്റമർ ആക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള കണ്ടന്റുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മുമ്പോട്ടുള്ള സമയത്ത് നമുക്ക് നമ്മുടെ തന്നെ പ്രൊഡക്റ്റുകളോ അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ബിസിനസ്സോ നമ്മുടെ ഈ ഒരു ചാനൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് പേഴ്സണലി അറിയാവുന്ന എൻ്റെ പല സുഹൃത്തുക്കളും അവരുടെ യൂട്യൂബ് ചാനലിൽ ഉള്ള സബ്സ്ക്രൈബേഴ്സിനെ അവരുടെ കസ്റ്റമേഴ്സ് ആക്കി മാറ്റിയിട്ടുണ്ട്, മനസ്സിലായോ? അവർ ചെറിയ ബിസിനസ്സിൽ നിന്ന് തുടങ്ങി ഇപ്പൊ നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കുന്ന പല ക്രിയേറ്റേഴ്സും ഉണ്ട്. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഫോക്കസ് കൂടെ വെച്ചുകൊണ്ട് വേണം ഇനി മുമ്പോട്ട് വീഡിയോകൾ ചെയ്യാനായിട്ട്, മനസ്സിലായി? അതായത് നമ്മൾ മോണിറ്റൈസ് ചെയ്യാൻ പൈസ ഉണ്ടാക്കാന്നുള്ളത് അത് എനിക്ക് തോന്നുന്നു സെക്കൻഡ് പ്രയോറിറ്റി ആക്കി മാറ്റുക. ഫസ്റ്റ് നമുക്ക് ബ്രാൻഡ് പ്രൊമോഷൻസും അതേപോലെ തന്നെ നമ്മുടെ ചാനലിനെ എങ്ങനെ ഒരു ബിസിനസ്സിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യവും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നമ്മൾ ചാനൽ തുടങ്ങാനും ചാനലിൽ വീഡിയോകൾ ഇട്ട് പരിശ്രമിക്കാനും. കാരണം എന്തെങ്കിൽ മാത്രമേ മുമ്പോട്ട് ചെന്നിട്ട് നമുക്ക് ഇതേപോലെ മോണിറ്റൈസേഷൻ ഇല്ലാത്തൊരു സാഹചര്യം വന്നാലും നമ്മുടെ ചാനൽ നിർത്താതെ നമുക്ക് മുമ്പോട്ട് തുടർന്നുകൊണ്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. എല്ലാവരും അവരവരുടെ ചാനൽ ഒന്ന് പരിശോധിക്കുക. അതിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് കണ്ടന്റ് ആണ് ഇംപ്രൂവ്മെന്റ് വരുത്തിക്കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നോക്കുക. ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നവരെ, ഫിനാൻഷ്യൽ കണ്ടന്റുകളെ, എഡ്യൂക്കേഷണൽ കണ്ടന്റ്, അൺബോക്സിങ്, റിവ്യൂസ്, ഇങ്ങനെയൊക്കെയുള്ള കണ്ടന്റുകൾ ഉണ്ടല്ലോ. ഇത് എനിക്ക് തോന്നി അടുത്ത സമയത്തെങ്കിലും ഇതിനൊന്നും ഒരു രീതിയിലുള്ള പ്രശ്നം ഉണ്ടാകത്തില്ല. ഇതിങ്ങനെ ഇപ്പോൾ പ്രൊഡക്റ്റ് അൺബോക്സിങ്, ഇന്നൊരു പ്രൊഡക്റ്റ് വന്നു, ഒരാഴ്ച കഴിയുമ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ലോഞ്ച് ആവുന്ന ആളുകൾക്ക് ഇത് ആവശ്യമുള്ളതാണ്. ഇത് ഇങ്ങനെ മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കണ്ടന്റുകൾ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്നത് ഏതാണോ അതിനനുസരിച്ച് നിങ്ങളുടെ ചാനലിൽ അങ്ങനെയുള്ള കണ്ടന്റുകളിലൂടെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ബ്രാൻഡ് പ്രൊമോഷൻസ് വരും, ബ്രാൻഡുകൾ നിങ്ങളെ അപ്രോച്ച് ചെയ്യും. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. മോണിറ്റൈസേഷനിലുള്ള പൈസ കിട്ടും, പക്ഷെങ്കിൽ ഞാൻ മോണിറ്റൈസേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ മോണിറ്റൈസേഷൻ പൈസ കിട്ടത്തില്ലെന്ന് ഒന്നും അല്ല പറയുന്നത്. പക്ഷേ ടോട്ടലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂട്യൂബേഴ്സിന്റെ ഏണിങ്സ് കുറഞ്ഞിട്ടുണ്ട്. മുമ്പോട്ടുള്ള സമയത്ത് നിങ്ങൾ ചെയ്യുന്ന കാര്യം ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തട്ടുകേട് മോണിറ്റൈസേഷൻ ഡിസേബിൾ ആയി പോയി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് മുമ്പോട്ട് വൃത്തിയായിട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ ചാനലിലെ പ്ലാൻ ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. നിങ്ങളുടെ ആരുടെയെങ്കിലും യൂട്യൂബ് ചാനലിലോ ഫേസ്ബുക്ക് പേജിലോ ഒക്കെ ഇതേപോലെ ഏണിങ്സ് ഡൗൺ ആയതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ കാര്യം മറക്കാതെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യണം. ഒപ്പം തന്നെ നിങ്ങളുടെ ഫേസ്ബുക്ക്, യൂട്യൂബ് ഫ്രണ്ട്സിനൊക്കെ വേണ്ടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ യൂസ്ഫുൾ ആയിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യവും മറക്കണ്ട. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.